This show is presented by Luvi. കമേഴ്ഷ്യലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള 27,000 കമേഴ്ഷ്യൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 27,000 കഴിഞ്ഞു. എനിക്ക് അത് കഴിഞ്ഞ് നമ്പേഴ്സ് ഓർമ്മയില്ല. കുഞ്ഞുമോളടുത്ത് ചോദിച്ചപ്പം ഷീ വാസ് ഓൾസോ ഹാപ്പി. പിന്നെ കുഞ്ഞുമോളുടെ ലൈഫിൽ കുഞ്ഞുമോൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് മോളെക്കുറിച്ചും മോനെക്കുറിച്ചും കുഞ്ഞുമോളെക്കുറിച്ചും അങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കാൻ അവർക്ക് ഒരു അധികാരമില്ല. അല്ല, രണ്ട് അമ്മമാരുടെ കാര്യമാണ്. അതിൽ ഒരു ലേഡി അവർക്ക് പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ആയിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ അപകടമാവും എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കൂടെ വന്നത്. മലബാർ ഗോൾഡ് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്നായിരുന്നു. അതിനുശേഷം മലബാർ ഗോൾഡ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അങ്ങനെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വരുന്നു, കുറെ ഗോസിപ്പുകൾ. ഒരു മിനിമം 6 ഡിവോഴ്സെങ്കിലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം അഖണ്ഡ ഇറങ്ങിയപ്പം അഖണ്ഡ 1ഉം അഖണ്ഡ 2ഉം ആൾക്കാർ സ്വീകരിച്ചത് വേറെ രീതിയിലാണ്. അപ്പോൾ അതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ ആവണമെന്നില്ല ഞാൻ അഭിനയിക്കുന്ന വേറൊരു ചെറിയൊരു സിനിമ. കാരണം ഞങ്ങൾ അങ്ങനെ ആരെയും ചോദിക്കാൻ പോയിട്ടില്ല, ഞങ്ങൾ ആരെയും ഹാം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല. ഐ ഡോണ്ട് ഹാവ് എനി കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് എനിവൺ. ഐ എം നോട്ട് സെയിങ് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. ഏത് കാര്യം ചെയ്താൽ ആ ഒരു പാട്ട് അത് വളരെ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് അത്രയും ക്ലോസ് ടു ആ ഹാർട്ടായിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ടിനെ നൃത്താവിഷ്കാരം എന്ന് മാത്രമേ അവിടെയും അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അത് പഠിച്ചതും അങ്ങനെ തന്നെയാണ്, അവതരിപ്പിച്ചതും അങ്ങനെയാണ്. പക്ഷെ അതിനെ ആൾക്കാർക്ക് ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പാട്ട് മാറ്റി. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആളെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ പറയണമെങ്കിൽ നമുക്കൊരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും. അത്രയും ലോങ് പ്രൊഫൈൽ ആയിട്ടുള്ള ഒരാളാണ് ദി മല്ലു മൈക്കിൾ. ഇന്ന് നമ്മുടെ കൂടെ ക്രിസ് വേണുഗോപാൽ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ ഈ ക്രിസ് വേണുഗോപാൽ എന്നുള്ള പേര് തന്നെ ഒരു ഷോർട്ട് അല്ലേ? അതിനൊരു ഫുൾ നെയിം ഉണ്ടല്ലോ, അതെന്താണെന്ന് പറയാൻ വേണ്ട. ഞാൻ റേഡിയോ ജോക്കായിട്ട് 2004 ദുബായ് ഒരു റേഡിയോ സ്റ്റേഷനിൽ വർക്ക് തുടങ്ങി. അപ്പോൾ അവിടെ പോയ സമയത്ത് യു നീഡ് ടു ഹാവ് എ ജോക്ക് നെയിം. അപ്പോൾ കൃഷ്ണൻ എന്നുള്ളൊരു ജോക്ക് നെയിം അവിടെ അത്ര ഒരു ഫാൻസി ആയിട്ട് അവർ തോന്നിയില്ല. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം ഇസ് കൃഷ്ണൻ അയിലൂർ വേണുഗോപാലൻ. അയിലൂർ എൻ്റെ നാട്, വേണുഗോപാലൻ്റെ അച്ഛൻ. പലപ്പോഴും ആൾക്കാർ വേണുഗോപാൽ സാർ എന്ന് എന്നെ വിളിക്കുന്നത്, അത് അച്ഛൻ്റെ പേരാണ്. അപ്പോൾ കൃഷ്ണൻ അയിലൂർ വേണുഗോപാലൻ എന്നുള്ള പേര് ചുരുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്രിസ് എന്നായിരുന്നു. പിന്നെ തമിഴ് റേഡിയോയിലേക്ക് പോയപ്പം ക്രിസ് അയ്യർ എന്ന് യൂസ് ചെയ്തിരുന്നു കുറച്ചു കാലം. അതിനുശേഷം ഫൈനലി എൻ്റെ ബുക്സിൽ എൻ്റെ പെൻ നെയിമായിട്ടും പിന്നെ എൻ്റെ ഒഫീഷ്യലി ഞാൻ അറിയപ്പെടുന്ന പേരായിട്ടും ക്രിസ് വേണുഗോപാൽ എന്ന് ചുരുങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ് വേണുഗോപാൽ ഒഫീഷ്യൽ നെയിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല, മോസ്റ്റ് യൂസ്ഡ് നെയിം കോമൺ ആയിട്ട് എന്നെ യൂസ് ചെയ്യുന്ന വിളിക്കുന്നത് ക്രിസ് വേണുഗോപാൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിസ് വേണുഗോപാൽ. ചേട്ടൻ അഡ്വക്കേറ്റ് ആണ്, തെറാപ്പിസ്റ്റ് ആണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, അതുപോലെ ആക്ടിങ്, അങ്ങനെ ഒരുപാട് ലോങ് പ്രൊഫൈലാണ്. അപ്പോൾ ചേട്ടൻ ഒരു അഡ്വക്കേറ്റ് അങ്ങനെ ഒരു ലോ പഠിക്കാനുള്ള ആ ഒരു സാഹചര്യം എന്തായിരുന്നു? എൻ്റെ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി വെൽ നോൺ ലോയർ, AS കൃഷ്ണയ്യർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ലോ അക്യൂമെൻ ഇപ്പോഴും അച്ഛൻ പലപ്പോഴും കാര്യങ്ങൾ പറയാറുണ്ട്. കോടതിയിൽ ജഡ്ജ് അപ്പൂപ്പനടുത്ത് സംസാരിക്കുന്ന രീതി അതൊക്കെ അച്ഛൻ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയാറുണ്ട്. I always had a fancy towards that profession. അപ്പോൾ ഞാൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നായപ്പം അമ്മയുടെ അടുത്ത് 2-3 പ്രാവശ്യം ചോദിച്ചു നോക്കി വക്കീലാവുമ്പോഴത്തേന്. അപ്പോൾ ഈ പൊതുവേ സൺഡേ വക്കീൽ, കേസിലെ വക്കീൽ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് പോലെ ആയി പോകരുത് എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നിരിക്കാം. അന്ന് പ്രൊഫഷണൽ കോഴ്സ് എൻജിനീയറിങ് എടുത്ത് പഠിച്ചു. പക്ഷേ എവിടെയോ ഡീപ്പ് ഇൻസൈഡ് മീ ഐ ഹാഡ് ദറ്റ് ഡിസയർ. അത് കിൻഡിലായത് എവിടെയെന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഐ വാസ് പ്രാക്ടീസിങ് ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഹിപ്നോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അവരൊരു അഡ്വക്കേറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഫീസ് അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെ പേടി എന്നുള്ള ആ പേടി മാറ്റാൻ വേണ്ടിയിട്ട് എന്നാൽ ശരി വൈ നോട്ട് എന്നൊരു ചിന്ത വന്നത്. ഹരി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്
പറഞ്ഞു ഇങ്ങനെ ഈവനിങ് കോളേജ് തുറക്കുന്നുണ്ട്, ലോ പഠിക്കാം, LLB പഠിക്കാം, ഞാനും വരാം, വേറെ എൻ്റെ ഫ്രണ്ടിനെയും കൂടെ വിളിക്കാം. ശരി എന്ന് പറഞ്ഞാൽ ഞാൻ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊണ്ട് കൊടുത്തു, ഇൻ്റർവ്യൂവിന് പോയി കിട്ടി, ഞാൻ പഠിച്ചു തുടങ്ങി. അവരിപ്പോഴും ഫോം കൊടുത്തിട്ടില്ല. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 2-3 വർഷം കഴിഞ്ഞു. അവരിപ്പോഴും ഫോം വീട്ടിൽ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ മേ ബി ഹരിയും നിമിത്തമായിരിക്കാം അവരൊക്കെ കൂടെ somehow I went into that profession. I really like that profession. കാരണം അത് അത്രത്തോളം ഒരു നോബിൾ പ്രൊഫഷനാണ്. നല്ല രീതിയിലും യൂസ് ചെയ്യാം, മോശമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അഡ്വക്കേറ്റ്സിനെ പേടിക്കുന്ന ആൾക്കാർക്ക് ഒരു സഹായമാവട്ടെ എന്ന് കരുതിയാണ് തുടങ്ങിയത്. ഐ എം പ്രാക്ടീസിങ്. ഇപ്പോൾ കൂടുതലും ഫാമിലി കേസസ് ആണ് എടുക്കുന്നത്. പിന്നെ കൗൺസിലിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് ലീഗൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കമ്പനി സൈഡിൽ നിന്നോ അങ്ങനത്തെ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർക്ക് ഡൗട്ട്സ് ഉള്ളപ്പോഴോ അവർ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ആ സ്ട്രെസ്സിന് ഞാൻ വേറൊരു വക്കീലിനെ വിളിച്ചിട്ട് പറയാമെന്ന് പറയുന്നതിന് പകരം ഞാൻ തന്നെ പറയാം. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലൊരു വക്കീലിനെ കാണാൻ. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാനൊന്നും വക്കീലാണ്. പ്രോബബ്ലി വീട്ടുകാർക്കത് ഇറ്റ്സ് നോട്ട് ഡൈജസ്റ്റഡ്. ഇപ്പോൾ ഫാമിലിയിൽ എൻ്റെ കസിൻ്റെ മകളും ഡൽഹിയിൽ ലോ പഠിക്കുന്നുണ്ട്. സോ ആ ലെഗസി അപ്പൂപ്പൻ കഴിഞ്ഞ വല്യച്ഛൻ ഹി വാസ് എ വെരി വെൽ നോൺ അഡ്വക്കേറ്റ്, AK ശേഷാദ്രി എന്ന് പറയും. അതിനുശേഷം ഞാനാണ് ഫാമിലിയിലെ ആകെയുള്ള ലോയർ ആയിരുന്നത്. ഇപ്പോൾ എൻ്റെ കസിൻ്റെ മകൾ ദ നെക്സ്റ്റ് ജനറേഷൻ അവിടെയും ഒരു വക്കീലുണ്ട്. സോ ഇറ്റ്സ് നൈസ്. ഓക്കെ, ഈ തെറാപ്പി ചെയ്യുന്നു, അതുപോലെ മോട്ടിവേഷൻ സ്പീക്കറാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു കരിയർ, ആക്ടിങ്, ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു? ശരി, കുഞ്ഞിന് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ബ്രദറുണ്ട്. ഒരു ബ്രദറുണ്ട്. അച്ഛനമ്മയും പിന്നെ ഹസ്ബൻഡ്, കുട്ടി, അനിയൻ. അപ്പോൾ ഒരേ സമയം യു ആർ എ വൈഫ്, യു ആർ എ മദർ, യു ആർ എ സിസ്റ്റർ, യു ആർ എ ഡോട്ടർ. എങ്ങനെ മാനേജ് ചെയ്യുന്നു? അത്രയേ ഉള്ളൂ. ഇത് വേറെ വേറെ പ്രൊഫഷൻ നോക്കുന്നതിനേക്കാളും ഐ എം ജസ്റ്റ് ബീയിങ് മൈ സെൽഫ്. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു കാര്യം അറിയാം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ലൈഫിൽ പ്രയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പഠിച്ചത് ലോ ആണ്, ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നു, ഞാൻ അഭിനയിക്കാറുണ്ട് കുറേ കാലമായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 24 സീരിയൽ, 27 സിനിമ, ഇത്രയും അഭിനയിച്ച് വന്നത് എനിക്കതൊരു സന്തോഷമാണ്. വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും, ഷൈജു സാറിനെ പോലത്തെ അല്ലെങ്കിൽ ഹാരിസൺ സാറിനെ പോലത്തെ ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്കത് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആ ഫീൽഡുണ്ട്. പിന്നെ ആൾക്കാരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ MSc സൈക്കോളജി പഠിച്ചത്. അപ്പോൾ അത് ആ പ്രൊഫഷനെ ഞാൻ കളഞ്ഞിട്ടില്ല. ആൾക്കാർക്കത് ഇപ്പോഴും ഹിപ്നോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം പാരലായിട്ട് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഐ എം എ ഹസ്ബൻഡ്, ഐ ഹാവ് മൈ ഡ്യൂട്ടീസ് ആസ് എ സൺ. ഞാൻ എൻ്റെ പെങ്ങന്മാർക്ക് ഐ എം എ ബ്രദർ, എൻ്റെ ഫ്രണ്ട്സിന് ഞാനൊരു ഫ്രണ്ടാണ്. ഇതൊരു കോ എക്സിസ്റ്റൻസാണ്. അതിലൊരു വണ്ടറോ അങ്ങനെ മാജിക്കൊന്നുമില്ല. ജസ്റ്റ് ബീങ് മൈ സെൽഫ്. ഞാൻ എല്ലാ സമയവും ഞാനായിട്ട് തന്നെ നിൽക്കുന്നു. ഏത് സമയത്താണോ എൻ്റെ ഏത് ആസ്പെക്റ്റാണോ ആവശ്യം അത് യൂസ് ചെയ്യുന്നു, അത്രയും. ഈ തെറാപ്പി ചെയ്യുമ്പോൾ ചേട്ടന് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലൈൻ്റ് ഉണ്ടോ? കുറേ ഉണ്ട്. ബിക്കോസ് അതിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാവരുടെയും കാര്യം പറയേണ്ടി വരും, അത്രയും ആൾക്കാരുടെ കാര്യം പറയേണ്ടി വരും. ബിക്കോസ് എല്ലാവരും മനസ്സിനൊരു സമാധാനം കിട്ടും എന്ന് വിശ്വസിച്ച് വന്ന് അത് കിട്ടി പോകുന്നവർ, കിട്ടാത്തവർ കുറച്ച് പേരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അവർക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നും, ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. പക്ഷേ ഏറ്റവും റിവാർഡിംഗ് ആയിട്ട് തോന്നിയത് ഒരിക്കൽ രണ്ട് അമ്മമാരുടെ കാര്യമാണ്. അതിൽ ഒരു ലേഡി, അവർക്ക് പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ആയിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ അപകടമാവും എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കൂടെ വന്നത്. ഇപ്പോൾ അവർ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാൻ റീസെൻ്റായിട്ട് ഞാൻ അവരെ കണ്ടിരുന്നു. ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ അത് എവിടെയോ ആ മനസ്സിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ ഐ വാസ് ഇൻസ്ട്രുമെൻ്റൽ എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ ദാറ്റ് ഈസ് എ വെരി മെമ്മറബിൾ വൺ. പിന്നെ ഒരാൾ, അവർക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ് IVF ട്രീറ്റ്മെൻറ്റ് 3 കഴിഞ്ഞു. 4ാമത്തത് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ട്രൈ ചെയ്യേണ്ട, ഉണ്ടാവില്ല. അപ്പോൾ IVF വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ റെഡി ആവണ്ടേ? IVF എന്നല്ല, ഈവൻ കൺസെപ്ഷൻ. ഒരാളുടെ മനസ്സിനകത്ത് പേടിയുണ്ട്, കുട്ടി ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ IVF ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന അവർ ഇപ്പോൾ കുട്ടിക്ക് 3 വയസ്സായി എന്നറിയുമ്പോൾ ദാറ്റ്സ് എ ഹാപ്പിനെസ്. പിന്നെ ചിലർ ലൈഫിനോട് ചേർന്ന് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരായി, ഒത്തിരി സന്തോഷമുണ്ട്.
ചിലരെനിക്ക് നല്ല ബ്രദറായിട്ട് ഇപ്പോഴും ഉണ്ട്, ചിലർ എൻ്റെ മക്കളായിട്ടുണ്ട്, ഫ്രണ്ട്സായിട്ട്. അപ്പോൾ അവർ എപ്പോഴും എല്ലാ സമയവും ദേ ആർ ദേർ എന്നുള്ളൊരു വിശ്വാസം. അത് നന്നായിട്ട് തന്നെ പോകുന്നു. വോയിസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്കും ചേട്ടൻ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ വർക്ക് ചെയ്യുന്നത്, അതോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി വർക്ക് ചെയ്യുകയാണോ? ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ്, അതായത് എൻ്റെ കമ്പനി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ടു ഹാവ് വേൾഡ്സ് ഫസ്റ്റ് വോക്കൽ യൂണിവേഴ്സിറ്റി, വോയിസ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ വോക്കൽ ആർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് സെൻറ്റർ അങ്ങനെ തുടങ്ങാനാണ് ഐഡിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദാറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. അതിങ്ങനെ നടക്കുന്നു. അതേസമയം ഇപ്പോൾ സിഫ, നിയോ പോലത്തെ ഫിലിം സ്കൂൾസിലും NFTC, നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അതല്ലാതെ കോർപ്പറേറ്റ്സിനും സ്കൂൾസിലൊക്കെ ഐ ഡു ടേക്ക് ക്ലാസ്സസ്. സോ അത് വോയിസ് എങ്ങനെ നന്നാക്കാം, എങ്ങനെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ ഒരു ആർട്ടിക്കുലേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാം എന്നുള്ള, അതിനകത്ത് ഗിമിക്സ് ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നുള്ളത്. ചേട്ടനാണല്ലോ മലബാർ ഗോൾഡിന്റെ ആഡ് ഡബ് ചെയ്തിരിക്കുന്ന ചേട്ടനാണ്. എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു സൗണ്ട്, അത് സത്യം പറഞ്ഞാൽ അത് ചേട്ടനാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതം. അത്രയും ഒരു വെറൈറ്റി ആയിട്ട്, അത്രയും ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ചേട്ടൻ ഒന്ന് ജസ്റ്റ് പറയാമോ? ഓ ഷുവർ. ആസ് കമേഴ്ഷ്യലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള 27,000 കമേഴ്ഷ്യൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 27,000 കഴിഞ്ഞു. എനിക്ക് അത് കഴിഞ്ഞ് നമ്പേഴ്സ് ഓർമ്മയില്ല. മലബാർ ഗോൾഡും ലുലു ഒക്കെ എൻ്റെ വളരെ ഏർലി ക്ലയൻസ് ആയിട്ടാണ്. അതായത് ദേ വർ വെരി കോൺഫിഡൻറ്റ് ടു ഗിവ് മീ ദാറ്റ് വർക്ക്, അങ്ങനെ ഞാൻ പറയും. അല്ലാതെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതിനേക്കാളും അവർ ആ വർക്ക് എനിക്ക് തന്നത് എന്തോ എനിക്കൊത്ത് മേ ബി ഗോഡ് ഓർഡൈൻഡ്, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. മലബാർ ഗോൾഡ് വാസ് ആദ്യം ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി ആയിരുന്നു, പിന്നെ സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അപ്പം അങ്ങനെ പല മാറ്റങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഇറ്റ് വാസ് മലബാർ ഗോൾഡ് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്നായിരുന്നു. അതിനുശേഷം മലബാർ ഗോൾഡ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ വോയിസ് ഓവേഴ്സ് കുറേ ചെയ്തു. ലുലുവിൻ്റെ ലുലു where the world comes to shop safely എന്നുള്ള ലേറ്റസ്റ്റ് കോവിഡ് സമയത്ത് വന്നിട്ടുള്ള ആഡ്സ് ചെയ്തിട്ടുണ്ട്. ആസ്റ്റർ കെയർ ബിയോണ്ട് ബൗണ്ടറീസ്, ആസ്റ്ററിൻ്റെ സീരീസ് ചെയ്യുന്നത്, ആസ്റ്റർ ഫാർമസീസ് ചെയ്യുന്നത്, ആസ്റ്റർ ഹോസ്പിറ്റൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ SP ഫോർട്ടിൻ്റെയും SP മെഡിഫോർട്ടിൻ്റെയും ഒക്കെ. അപ്പോൾ അങ്ങനെ വോയിസ് ഓവേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ. ഇപ്പോൾ റീസെൻ്റായിട്ട് പിസ്സ ഹട്ടിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ആഡ് ചെയ്തിരുന്നു. ഇന്നലെ വൈറ്റ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡയറീൻ്റെ, വയനാടുള്ള ഡയറിയാണ് വൈറ്റ് മിൽക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വോയിസ് ഓവർ ചെയ്തു. അപ്പോൾ അങ്ങനെ വോയിസ് ഓവർ ഇറ്റ് കീപ്സ് ഗ്രോയിങ് ഓൺ മീ. അത് ആ ഒരു ഫീൽഡ് എൻ്റെ ട്രെയിനർ ബക്കുവിനെ പഠിപ്പിച്ചത് തൊട്ട് ഞാൻ പഠിച്ചതെല്ലാം ഇപ്പോൾ ആൾക്കാർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വോയിസ് കോച്ചിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അതിൽ കുറേ സൗണ്ട് മോഡുലേഷൻസ് വരുന്നുണ്ടല്ലോ, അതിൽ കുറേ ടെക്നിക്കൽ സൈഡ് കൂടെ ഉണ്ടല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വോയിസിന് നമ്മുടെ ലോകത്തിൽ ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ശബ്ദമാണ്. ഇതിനകത്ത് നമുക്ക് സങ്കടവും ദേഷ്യവും അത്ഭുതവും എല്ലാ രസങ്ങളും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബ്രെത്താണ്. അപ്പോൾ വാട്ട് ഐ ട്രെയിൻ ഇസ് എന്താണ് ഈ ബ്രെത്ത്, എങ്ങനെ നമുക്ക് ബ്രീതിങ് നമുക്ക് വോയിസിനെ എൻഹാൻസ് ചെയ്യാൻ യൂസ് ചെയ്യാം, എങ്ങനെയാണ് മോഡുലേഷൻ വരുന്നത്, എങ്ങനെയാണ് ഈ മോഡുലേഷൻ അല്ലാതെ നമുക്ക് നാക്കുളുക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഈ വോയിസിൻ്റെ ആസ്പെക്റ്റ് വർക്ക് ചെയ്യുന്നത് ഓൺ സ്പെസിഫിക് ഫീൽഡ്സ് ലൈക്ക് കമേഴ്ഷ്യൽസ് എങ്ങനെയാണ്, ഡോക്യുമെൻ്ററി എങ്ങനെയാണ്, ന്യൂസ് എങ്ങനെയാണ്, ഇപ്പോൾ വോയിസ് വ്ളോഗിങ് എങ്ങനെയാണ്, വീഡിയോ വ്ളോഗിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പല ആസ്പെക്ട്സും നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഓരോന്നിനും ആ സ്പെസിഫിക്സ് ട്രെയിൻ ചെയ്യാറുണ്ട്. അത് ഓരോ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ചിട്ട്. ഓക്കെ, ചേട്ടനിപ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ പഠിപ്പിച്ച ആൾക്കാരെല്ലാവരും ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ്? ഇല്ല, അങ്ങനെ എനിക്ക് പറയാൻ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഐ ഹവ് സീൻ ദ മൂവീസ് ഓൾസോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ. ഈ ഇടയ്ക്ക് ഞാൻ സ്റ്റെഫീൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിരുന്നു ഒരു സിനിമയിൽ. അപ്പോൾ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അപ്പോൾ ഐ വുഡ് സേ അവരെല്ലാവരും വലിയ ആർട്ടിസ്റ്റായി അവരുടെ പോസ്റ്ററൊക്കെ റോഡിൽ കാണുമ്പോൾ ഞാൻ പഠിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കരുത്. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വലിയ ആർട്ടിസ്റ്റായിട്ട് നിങ്ങളുടെ പോസ്റ്റർ കണ്ടിട്ട് ആ ആക്ടർ ഞാൻ പഠിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ തള്ള് എന്ന് പറയണം.
ബിക്കോസ് അത്രയും അവർ വളരണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം എവിടെയോ ശബ്ദം കൊണ്ട് അവരുടെ മക്കളാണ്. അപ്പോൾ ഐ വോണ്ട് ദം ടു ഗ്രോ. ഏതെങ്കിലും മൂവീസിൽ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ടോ? കുറേ. ഇപ്പൊ എടുത്തു പറയാം പെട്ടെന്ന് ചേട്ടൻ്റെ മെമ്മറിയിലോട്ട് വരുന്ന ഡ്യൂൺ എന്ന് പറഞ്ഞ സിനിമയുടെ OTT വേർഷൻ മലയാളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡ്യൂക്ക് ലെറ്റോ ഞാനാണ്. പിന്നെ സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഞാനാണ്. പിന്നെ ഇപ്പോൾ മേട്രിക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്രാഞ്ചൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഏജൻറ്റിൻ്റെ ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. അപ്പം അങ്ങനെ OTT കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ കാരവൻ വേറെ കുറേ സിനിമകളിൽ പല 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 ഇപ്പോൾ അച്ചപ്പാസ് ആൽബം എന്ന് പറഞ്ഞാൽ സഞ്ജീവ് ശിവൻ്റെ ഒരു മൂവി വന്നിരുന്നു. അതിൽ മോഹനകാശിയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഡബ് ചെയ്തത് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ZEE5 ഐ തിങ്ക് ഇന്നോ നാളെയോ ഒക്കെ റിലീസാവുന്ന കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ്, അതിൽ കബീർ സിംഗിനെ ഡബ് ചെയ്യാൻ പറ്റി. ഐ ഫീൽ ബ്ലെസ്ഡ്. കുറേ ക്യാരക്ടേഴ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റി. പണ്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്ക്, അതായത് ഡബിങ് ആണോ അല്ലെങ്കിൽ ആക്ടിങ് ആണോ തെറാപ്പി ചെയ്യുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ചേട്ടൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഹാപ്പി ആയിട്ട് ചെയ്യുന്ന വർക്ക്? ബീയിങ് മൈസെൽഫ്. ഗ്രേറ്റ്. ബിക്കോസ് ഞാൻ വക്കീലായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള പ്രൊഫഷൻ, പെയിൻറ്റിങ് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമുള്ള പ്രൊഫഷൻ, എഴുതുന്നത് എൻ്റെ ഇഷ്ടമുള്ള പ്രൊഫഷൻ. അപ്പോൾ എവിടെയാണ് ഉള്ള 4-5 മക്കളിൽ ഏത് മക്കളെ അല്ലെങ്കിൽ ഏത് മകനെയോ മകളെയോ ആണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മക്കളെ പോലെ എനിക്ക് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്രൊഫഷൻസാണ് ഞാൻ ചൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. സോ ഐ വുഡ് സേ ബീയിങ് മൈസെൽഫ്. അതാണ് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്നത്. അത് വക്കീലായിട്ട് ഞാൻ കോടതി പോകുമ്പോഴായാലും, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ പാട്ട് പാടുമ്പോഴോ അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യുമ്പോൾ, എപ്പോഴും ഐ എൻജോയ് ടു ദ മാക്സിമം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്തു എന്ന് മാത്രമേ നാളെ നമുക്ക് ഓർമ്മയായിട്ടുണ്ടാവുള്ളൂ. ആ ഓർമ്മകൾ മാത്രമേ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ. ഒരു മൊമെൻറ്റ് നമ്മൾ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അച്ഛൻ്റെ ഈ ലുക്കിനെ പറ്റി ഞാൻ ചോദിക്കുമ്പോൾ, ലൈക്ക് ഈ ഒരു ലുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എങ്ങനെയാണ്, അതിൻ്റെ ഒരു ബിഹൈൻഡ് സ്റ്റോറി? ഞാൻ ചൂസേ ചെയ്തിട്ടില്ല. ബിക്കോസ് താടി ദുബായിലുണ്ടായിരുന്നപ്പോൾ തന്നെ താടി വെച്ചിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ വന്നതിന് ശേഷം ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം താടി ക്യാരക്ടേഴ്സാണ്. ഇപ്പം മുത്തശ്ശൻ ക്യാരക്ടർ ആയി കഴിഞ്ഞപ്പോൾ ഒരു ഷെഡ്യൂളിൽ നിന്ന് അടുത്ത ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ സീനിൽ കണ്ടിന്യൂറ്റി പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ പറ്റാതെ നീണ്ട് ഇവിടെ വരെ എത്തി. ഇപ്പോൾ 1000 എപ്പിസോഡായി. അതിൻ്റെ ഒരു ബിഹൈൻഡ് സ്റ്റോറി എങ്ങനെയാണ് ചേട്ടൻ ഇപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ ഇത്ര ഏജ് കുറവുള്ള ഒരാൾ ഇത്രയും ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പം അതിൻ്റെ നമ്പർ, ഏജ് കൂടുതൽ കുറവ് എന്നൊക്കെ പറയുന്നത് മനസ്സുകൊണ്ട് ഞാനിപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അത് എത്ര കാലം കടന്നുപോയി എന്ന് പറയുന്ന വെറും ഒരു നമ്പർ മാത്രമാണ്. സോ ഐ ഡോണ്ട് കൺസിഡർ ഏജ് എസ് എ ഫാക്ടർ. പിന്നെ എന്നെക്കാളും മൂത്തവർക്ക് എന്നെ ചീത്ത വിളിക്കാനോ നല്ലത് പറയാനോ അല്ലെങ്കിൽ മുത്തശ്ശാന്ന് വിളിക്കാനോ മൂർത്തി സാറിന് വിളിക്കാനോ അവരുടെ അധികാരം അവർക്കുണ്ട്. ഇപ്പോൾ എന്നെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന കിളവൻ, ഈ പൊട്ടൻ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ പറയുന്നത്, ഐ ഫീൽ അവർക്ക് എന്നെ അറിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരങ്ങനെ പറയുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, അവരുടെ പൊട്ടത്തരം. കാരണം എന്നെപ്പറ്റി എന്തോ എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ അഹങ്കാരത്തിൽ പറയല്ല. പക്ഷെ ഒന്നും അറിയാത്ത ആൾക്കാർ എന്തൊക്കെയാണ് ഈ പടക്കം ഉണ്ടാക്കുന്നത്. എന്നെക്കാളും മൂത്തൊരാൾ റീസെൻ്റായിട്ട് അദ്ദേഹം ഒരു വീഡിയോയിൽ കുറേ ചീത്ത വിളിച്ച് എന്തെല്ലാമോ ഒക്കെ പറഞ്ഞിരുന്നു. ബേസ്ലെസ് ആണ്. കാരണം പുള്ളിക്കാരൻ ആ വീഡിയോ കണ്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. ആരോ പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളിക്കാരൻ ആ വീഡിയോ ഇടുക. ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. അതുകൊണ്ട് അത്തരം ആൾക്കാരോട് എനിക്ക് പറയാൻ പണ്ടും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും പറയുന്നു, ഇനിയും പറയും, ഗെറ്റ് വെൽ സൂൺ. കാരണം അതൊരു രോഗമാണ്. ആൾക്കാരെ കാണുമ്പോൾ അവരെ ചീത്ത വിളിക്കുക, അവരെങ്ങനെയെങ്കിലുമൊക്കെ ഇടിച്ചു താത്തി സംസാരിക്കണം, അവരെ മോശം പറയണം, അവർ എന്തോ ഞാൻ വലുതായി എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിലാണ്. അങ്ങനെ ആരും വലുതാവാറില്ല. നമ്മളിപ്പോൾ ഒരു ആനയുടെ പുറത്ത് കയറി ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആനയെക്കാളും വലുതൊന്നും ആയിട്ടില്ല. ആ തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും. അതായത് നമ്മളിപ്പോൾ ലാലേട്ടനെയോ അല്ലെങ്കിൽ മമ്മൂക്കേനെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാളും വലിയ ആക്ടറാവും? ഇല്ല, ഒരിക്കലില്ല. ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന പല ആൾക്കാരും, ഇപ്പോൾ സിനിമയോ സീരിയലോ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ പോലും അവരതുപോലെ ഒരു വർക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ.
ഒരു സിനിമയുടെ പുറകിലോ സീരിയലിൻ്റെ പുറകിലോ മാസങ്ങളോളം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വർഷങ്ങളോളം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ എഫേർട്സ് ഒന്നും കാണാതെ അത് പോരാ. ഹൗ കെൻ യു കമൻറ്റ് ലൈക്ക് ദാറ്റ്? ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞിന് വയ്യ, ഇപ്പോൾ സോ ടു സേ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ട് ഉണ്ടാവാറുണ്ട്, മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അവരെല്ലാം അച്ഛനമ്മമാർക്ക് അവരെ പൊന്നുപോലെ അവർക്ക് നോക്കണം, അവരെ ഉള്ളത് വരെ അവരെ നോക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഏതൊരു സീരിയലോ സിനിമയോ എടുക്കുന്ന ഒരു ഡയറക്ടർ, ആക്ടർ, ടെക്നീഷ്യൻസ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് നന്നായിട്ട് എടുക്കണം തന്നെയാണ്. മോശമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ആരും എടുക്കാറില്ല. അതുകൊണ്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഈ മോശം സിനിമ, ആർട്ട് ഹൗസ് സിനിമ, കമേഴ്ഷ്യൽ സിനിമ അങ്ങനെയൊന്നുമില്ല. സിനിമയാണ്. അത് വർക്ക് ചെയ്യുന്ന എല്ലാവരും അത് നന്നായി വരണം എന്ന് തന്നെ ആയിരിക്കണം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തെലുങ്കിൽ ഞാൻ വർക്ക് ചെയ്ത രാമബാണം സിനിമ ശ്രീവാസ് സാർ എടുക്കുന്നത്, ഹി വാസ് എക്സ്പെക്ടിങ് ഹാട്രിക്, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാകാൻ വേണ്ടിയിട്ട് അതാവും എന്ന് കരുതി ആ സമയത്ത് എന്തോ ഈ മൂന്നാമത്തെ സിനിമ ആവറേജ് ആയിട്ട് തന്നെ, ആവറേജ് അല്ല, ബ്രേക്ക് ഈവൻ കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ അഖണ്ഡ ഇറങ്ങിയപ്പം അഖണ്ഡ 1ഉം അഖണ്ഡ 2ഉം ആൾക്കാർ സ്വീകരിച്ചത് വേറെ രീതിയിലാണ്. അപ്പോൾ അതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ ആവണമെന്നില്ല ഞാൻ അഭിനയിക്കുന്ന വേറൊരു ചെറിയൊരു സിനിമ. ഇപ്പോൾ പല ചെറിയ സിനിമകളിലും അവർ പറയും ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ, ബഡ്ജറ്റ്സ് ഇല്ല. വർക്ക് ചെയ്യാം, അത് നല്ലതാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തതിൽ വിരോധമില്ലല്ലോ. ഫോർ മീ ദേ ആർ ഓൾ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതുകൊണ്ട് ഐ വുഡൻ സേ ദാറ്റ്. അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര വിവാദമായിരുന്നല്ലോ നിങ്ങളുടെ വിവാഹം, ദിവ്യ ശ്രീധർ ആൻഡ് നാട്ടുകാർക്ക് വിവാദമായിരുന്നു, ഞങ്ങൾക്ക് പ്രശ്നം എന്തിനായി? അതെ, നിങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആളുകൾ പറയുന്നു നിങ്ങൾ പിരിഞ്ഞു, അങ്ങനെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വരുന്നു, കുറെ ഗോസിപ്പുകൾ. ഒരു മിനിമം 6 ഡിവോഴ്സ് എങ്കിലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ ആഗ്രഹം അതാണ്, എങ്ങനെയെങ്കിലും ഞങ്ങൾ തെറ്റി പിരിഞ്ഞ് അടിച്ച് കുളമായി കഴിഞ്ഞാൽ ആരുടെയെങ്കിലുമൊക്കെ കുടുംബം തല്ലി തകർത്ത് കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനം. കാരണം അവരുടെ കുടുംബത്തിൽ സമാധാനമില്ലല്ലോ. അതായത് അവരുടെ മനസ്സിനകത്തുള്ള വൈകല്യം ബാക്കിയുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുകയാണ്. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. സി, ഇതിലെന്താണ് വിവാദം എന്നെനിക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഇനിയും മനസ്സിലാവാൻ പോകുന്നില്ല. ബിക്കോസ് ഞങ്ങൾ പ്രായപൂർത്തിയായ 2 ആൾക്കാർ, 2 പേരും ലൈഫിന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട രീതികൾ വളരെ ഡിഫറെൻ്റാണ്, അനുഭവിച്ചതും വളരെ ഡിഫറെൻ്റാണ്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല ലോസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഇനിയെങ്കിലും ജീവിതം ജീവിക്കാം എന്ന് പറഞ്ഞ് ചേരുമ്പോൾ അതിന് കുറ്റം പറയാൻ അധികാരമുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഒരു അധികാരമില്ല. ബിക്കോസ് ഇറ്റ്സ് ആർ ഡെസിഷൻ. പ്രായപൂർത്തിയായ 2 പേരെടുക്കുന്ന ഒരു ഡെസിഷൻ. ഞാൻ എൻ്റെ വീട്ടിലറിയിച്ച് എന്നെക്കാളും എന്നെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാർക്ക് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞ് കുഞ്ഞുമോളുടെ വീട്ടിൽ പോയി അവരുടെ അമ്മയുടെ അടുത്ത് സംസാരിച്ച്, ബ്രദറുടെ അടുത്ത് സംസാരിച്ച്, ചേച്ചിയുടെ അടുത്ത് സംസാരിച്ച് 2 ഫാമിലീസിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ കല്യാണം കഴിച്ചു. യെസ്, സോഷ്യലി ഇറ്റ് ഇസ് അക്സെപ്റ്റഡ്. പക്ഷേ എൻ്റെ ലുക്സിനെ വെച്ചിട്ട് ചീത്ത പറയുക, കുഞ്ഞുമോളുടെ ചില സംസാര രീതി വെച്ചിട്ട് കളിയാക്കുക, ഒരു അധികാരമില്ല. ഐ ഫീൽ സോറി ഫോർ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. കാരണം അവർക്ക് വേണ്ടത് എന്താണ്, അവരാരെങ്കിലുമൊക്കെ തിരിഞ്ഞു നോക്കണം. അപ്പോൾ ഈ ഞാനിപ്പോൾ വന്നിട്ട് ഞാൻ ഏതെങ്കിലും വലിയൊരു വേൾഡ് ലീഡറിന് ഞാൻ ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ എല്ലാവരും നോട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയണ പൊട്ടത്തരം ഞാൻ തന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നാളെ കേട്ട് ഞാൻ ഇതെന്തോന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ അടിച്ച് പിരിഞ്ഞു, ഹൂ സെഡ്? എൻ്റെ അടുത്ത് ചോദിച്ചു. ഐ എം ആക്സസിബിൾ. എന്നെ ഒരാൾക്ക് വിളിക്കാൻ ഒരു പ്രശ്നവുമില്ല, ഞാൻ എല്ലായിടത്തും സംസാരിക്കാറുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു. സ്വന്തമായിട്ട് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് കൂവി എങ്ങനെയെങ്കിലും ഇത് 10 പേര് കണ്ട് 4 പേര് ചീത്ത വിളിച്ച് പൈസ ഉണ്ടാക്കണം എന്നല്ലാതെ വേറെ എന്താ കാര്യം? അപ്പോൾ അത് അത്തരം ചാനൽസ് ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പം നിങ്ങൾ വന്നു, ഇത്രയും എഫേർട്സ് എടുത്തു, വെയിറ്റ് ചെയ്തു, ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു ആൾക്കാരുണ്ട് ഈ വീഡിയോനെ മുറിച്ചെടുത്ത് ഇതാ കണ്ടോ, ഇപ്പം ഇരിക്കുമ്പോൾ കാലാട്ടിയത് കണ്ടോ, ഈ വൃത്തികെട്ടവൻ്റെ കാല് എന്തിനാ ആട്ടുന്നത്? എൻ്റെ കാല് ഞാൻ ആട്ടുന്നു, ഞാൻ കുഞ്ഞിൻ്റെ നേർക്ക് കാല് നീട്ടുന്നില്ല. എൻ്റെ കംഫർട്ട് ലെവൽ അത് കുറ്റം പറയാൻ കുറേ ആൾക്കാരും അത് കാണാൻ കുറേ ആൾക്കാരും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ചില ഗ്രൂപ്പുകളും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. ചീപ്പ് ഡോപ്പമീൻ പ്ലസ് ആൾക്കാരുടെ വൈകല്യം, അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവാം, ഐ ഡോണ്ട് നോ, അതായിരിക്കാം അവരുടെ പ്രശ്നം. ചിലരോടൊക്കെ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കുറേ ചീത്ത വിളിക്കുക അവർ. ആയിക്കോട്ടെ, അവരുടെ മനസ്സിലെ വിഷമം അങ്ങനെ തീരാണെന്നുണ്ടെങ്കിൽ ദെൻ ഐ എം എ തെറപ്പിസ്റ്റ് ഓൾസോ. അവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവരുടെ ഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നല്ല,
ഞാൻ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ പഠിച്ച കോളേജസ് അങ്ങനത്തെ കോളേജസാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ലോ അക്കാഡമി, ഗവൺമെൻറ് ആർട്സ് കോളേജ്. ഈ കോളേജിലെല്ലാം എല്ലാ ഭാഷയിലും എല്ലാ രീതിയിലും സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്നെ ചീത്ത വിളിക്കാൻ വരുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, എനിക്കും അറിയാം. പിന്നെ എന്തോ എൻ്റെ അച്ഛനമ്മയും നല്ലവരാണ് എന്നെൻ്റെ പൂർണ്ണ വിശ്വാസവും ഞാനൊരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളൊരു ആ ഒരു സഭ്യത കാണിക്കണം. ഐ ഷുഡ് ബി കൾച്ചേർഡ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ആ സഭ്യത കാണിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരെല്ലാം ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറകെ പോകാത്തത്. പക്ഷേ വെൻ ദേ ഗോ വെരി പേഴ്സണൽ വിച്ച് ദേ ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു. ഇപ്പോൾ കുഞ്ഞെന്തിനാ മുടി നെറ്റി വളർത്തിയ, കുഞ്ഞെന്തിനാ പൊട്ട് വെച്ച എന്നൊന്നും എനിക്ക് ചോദിക്കാൻ അധികാരമില്ല. ഇറ്റ്സ് യുവർ ചോയ്സ് അല്ലേ? ആ ചോയ്സിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നല്ല മനുഷ്യനായി. അപ്പോൾ മറ്റവരെന്തായി എന്നുള്ളത് മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ കമന്റ്സ് ഒക്കെ എപ്പോഴെങ്കിലും ചേച്ചിനെ ഭയങ്കര ഹേർട്ട് ചെയ്തിട്ട് ചേച്ചി ഭയങ്കര ഡൗൺ ആയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? കുറേ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുടുംബമില്ലാന്ന് തോന്നും. ബിക്കോസ് ഇവർ മോളെക്കുറിച്ചും മോനെക്കുറിച്ചും കുഞ്ഞുമോളെക്കുറിച്ചും അങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കാൻ അവർക്ക് ഒരു അധികാരമില്ല. പിന്നെ എന്നെപ്പറ്റിയും കുഞ്ഞുമോളെ പറ്റിയും തലവേദന പിന്നെയും വന്ന് ഇവർക്കാർക്കും IT നോളജ് ഇല്ല. കാരണം ഓൺലി ഇഫ് യു വാച്ച് ഇത് പിന്നെയും വരുള്ളൂ. ഞങ്ങളുടെ വീഡിയോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു എന്നർത്ഥം. സോ ഈ അൽഗോരിതം പോലും മനസ്സിലാക്കാത്ത, IT ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാത്ത, മെറ്റാവേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാത്ത, സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാത്ത കുറേ കൊച്ചു പിള്ളേർ, അത് അവർക്ക് മറ്റേ എരിവ് നാക്കിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിടന്ന് അല്ലെങ്കിൽ ഓന്തിന് മുക്കപ്പൊടി എന്ന് പറയും, അതുപോലത്തെ ചില തുള്ളിച്ചാട്ടങ്ങളാണ് ഇവർ കാണിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. അതിനും പറയാനുള്ളത് ഒറ്റൊരു കാര്യമുള്ളൂ, ഗെറ്റ് വെൽ സൂൺ. അസുഖമല്ലേ, മാറും. ഗുരുവായൂർ വെച്ചായിരുന്നല്ലോ കല്യാണം. അപ്പം അത് ആരുടെ, ചേച്ചിയുടെ ഒരു ആഗ്രഹം കൊണ്ടാണോ? തൃശ്ശൂർ ഒരു പണിക്കരെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു, ഡേറ്റും ടൈമും ഒക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു വന്നപ്പം എന്നാൽ ഗുരുവായൂരായിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ, കുഞ്ഞുമോളടുത്ത് ചോദിച്ചപ്പം ഷീ വാസ് ഓൾസോ ഹാപ്പി. പിന്നെ കുഞ്ഞുമോളുടെ ലൈഫിൽ കുഞ്ഞുമോൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് 4 പേര് അറിഞ്ഞ് ഒരു കല്യാണം വേണം. ഐ സെഡ് വൈ നോട്ട്? ഭഗവാന്റെ മുന്നിൽ ഗുരുവായൂരിൽ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഉപരി വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് തന്നെ കരുതിയത് കൊണ്ടാണ് വി ഡിസൈഡഡ് ഫോർ ഗുരുവായൂർ. അതിനുശേഷം ട്രിവാൻഡ്രത്ത് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. This show is presented by Luvi.